നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഒന്നും സംസാരിക്കാനില്ല. എടാ മോനെ അരവിന്ദേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നില്ലേ? ഞാനൊരു പണി കൊടുത്തപ്പോ അവളെയും കൊണ്ട് ആകാശ് കുട്ടനാട്ടിലേക്ക് പാഞ്ഞെത്തിയല്ലേ? അതെ മോനെ. അമ്മയുടെ മോനല്ലേ, ഞാൻ പറഞ്ഞതാ. എടാ മോനെ അരവിന്ദേ, നിന്നെ അമ്മയ്ക്ക് അറിഞ്ഞൂടെ? നീ മിടുക്കനല്ലേ? അതെനിക്ക് അറിയാവുന്നതുകൊണ്ടല്ലേടാ നിന്നോട് ഇത്ര വിശ്വാസം. എടാ, ആകാശിന്റെ ഓഫീസ് തല്ലി തകർത്തപ്പോ ഞാനൊന്ന് പേടിച്ചു. പക്ഷെ എല്ലാം ഇപ്പൊ അവന്റെ തലയിലായില്ലേ? അതായിരുന്നല്ലോ നമ്മുടെ ഉദ്ദേശം. ആഹാ. എന്റെ ദൈവമേ, ആരോ വന്ന പോലെ തോന്നിയല്ലോ. ഓ, തോന്നിയതായിരിക്കും. അയ്യോ, എടാ മോനെ. അമ്മ എവിടെ പോയതാ? ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. എടാ, ഇവിടെ ആരോ വന്നതുപോലെ എനിക്ക് തോന്നി, അത് നോക്കാൻ പോയതാ. ആരുമില്ലല്ലോ. ഏയ് ഇല്ലടാ. അതെ, ആകാശ് ഇപ്പൊ സ്റ്റേഷനിലാ. അവനിനി ജയിലിലാവണം. അപ്പൊ നിന്റെ അച്ഛന്റെയും പെങ്ങടെ മോടെയും കണ്ണീര് കാണാം. എന്നാലേ എനിക്ക് സന്തോഷാവും. ആ ഐശ്വര്യം കെട്ടവള് അവനെ ഇറക്കാൻ നോക്കുന്നുണ്ട്. ഒന്നും നടന്നിട്ടൊന്നുമില്ല. എന്നിട്ട് അവൻ ജയിലിൽ പോയ പേരും പറഞ്ഞ് അവളെ ഇവിടുന്ന് ഇറക്കി വിടണം. എടാ മോനെ, ഇതുവരെ നമ്മുടെ പ്ലാനിങ് എല്ലാം കറക്റ്റാ. പക്ഷെ ഇനി നീ ശ്രദ്ധിക്കണം കേട്ടോ. മാമനും മരുമോളും പോലീസ് സ്റ്റേഷൻ കയറി നിരങ്ങുമല്ലേ? അമ്മയ്ക്കിപ്പോ സന്തോഷായില്ലേ? പിന്നെ ആയടാ. ആ മോൻ വെച്ചോ. ഓക്കെ അമ്മേ. പറഞ്ഞിട്ടല്ലേ അരവിന്ദേട്ടനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്? അരവിന്ദേട്ടൻ ചെയ്ത തെറ്റിന് ആ കൊച്ചേട്ടനാ ശിക്ഷ അനുഭവിക്കുന്നത്. എല്ലാത്തിനും കാരണക്കാരൻ അരവിന്ദേട്ടനാ. ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അരവിന്ദേട്ടനെ എത്തിച്ച് സത്യം എന്താണെന്ന് തെളിയിക്കണം. ഇനിയൊരു നിമിഷം പോലും ആ കൊച്ചേട്ടൻ പോലീസ് സ്റ്റേഷനിലിരിക്കാൻ പാടില്ല. ഗോവിന്ദ, ആകാശ് മോനെ ഇറക്കുന്ന കാര്യത്തില് വക്കീല് സംശയമാണ് പറഞ്ഞത്. അരവിന്ദനെ കിട്ടിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാ പറയുന്നത്.